ഷിംല മാമലകളുടെ രാജ്ഞി. വളരെ മനോഹരമായ മലനിരകളും സുഖകരമായ കാലാവസ്ഥയുമുള്ള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന പ്രശസ്ത പർവ്വത നഗരമാണ് ഷിംല. ശ്യാമളാദേവി എന്ന ഹൈന്ദവ ദേവതയുടെ പേരിൽ നിന്നാണ് ഷിംല എന്ന പേര് രൂപപ്പെട്ടത്. സരസ്വതി ദേവിയുടെ ഒരു താന്ത്രിക രൂപമാണ് ശ്യാമളാദേവി. അത് സരസ്വതി ദേവിയുടെ കൂടുതൽ ശക്തവും ഉഗ്രവുമായ ഭാവമായി കണക്കാക്കപ്പെടുന്നു. രാജമാതങ്കി എന്നും പേരുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 2130 മീറ്റർ, അതായത് 6988 അടി ഉയരത്തിലുള്ള ഷിംല ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ്. 1864 ബ്രിട്ടീഷ് ഭരണകാലത്ത് ഷിംല ഇന്ത്യയുടെ തന്നെ വേനൽക്കാല തലസ്ഥാനമായിരുന്നു. അതുകൊണ്ട് തന്നെ വൈസ്രോയിയുടെ വസതി ഇവിടെയായിരുന്നു. ഇവിടുത്തെ സുഖകരമായ കാലാവസ്ഥയും മനോഹരമായ പ്രകൃതിയും തലസ്ഥാനമെന്ന നിലയിൽ നിർമ്മിച്ച കൊളോണിയൽ ശൈലിയിലുള്ള കെട്ടിടങ്ങളും മലമുകളിലാണെങ്കിലും ട്രെയിൻ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളും ബ്രിട്ടീഷുകാർ രൂപപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് ഷിംല ഇത്രയും പ്രശസ്തമായ ഒരു വിനോദ കേന്ദ്രമായി മാറിയത്. സ്വാതന്ത്ര്യത്തോടുകൂടി ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ ഭാഗമായി പഞ്ചാബിൻ്റെ തലസ്ഥാനമായ ലാഹോർ പാകിസ്ഥാനിൽ ഉൾപ്പെട്ടു പോയതിനാൽ 1960 ചണ്ഡീഗഡ് നഗരം പണിതീരുന്നതുവരെ ഇന്ത്യൻ പഞ്ചാബിൻ്റെ താൽക്കാലിക തലസ്ഥാനമായിരുന്നു ഷിംല. പിന്നെ 1971 ഹിമാചൽ പ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഷിംലയെ ഇതിൻ്റെ തലസ്ഥാനമാക്കി. ഇപ്പോൾ ശീതകാലത്ത് മാത്രം ധരംശാല എന്ന ധർമ്മശാല ഹിമാചൽ പ്രദേശിൻ്റെ താൽക്കാലിക തലസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഭൂമികുലുക്കത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഷിംല. കുളു, മണാലി, കസോൾ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ഞാൻ ഷിംലയിലെത്തിയത്. കുളുവിൽ നിന്ന് 200 കിലോമീറ്റർ ദൂരമുണ്ട് ഷിംലയിലേക്ക്. ഷിംലയിൽ ചരിത്രപ്രസിദ്ധമായ നിരവധി ഇടങ്ങൾ ഉണ്ട്. മാൾ റോഡ്, ദി റിഡ്ജ്, ജക്കു ഹിൽ, ക്രൈസ്റ്റ് ചർച്ച്, വൈസ് റീഗൽ ലോഡ്ജ്, കൽക്ക ഷിംല ടോയ് ട്രെയിൻ തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ സ്ഥലങ്ങൾ. കടകൾ, റെസ്റ്റോറൻറ്റുകൾ, ഗേറ്റ് തിയേറ്റർ പോലുള്ള സാംസ്കാരിക സ്ഥലങ്ങൾ എന്നിവയുള്ള കാൽനടക്കാർക്ക് മാത്രമുള്ള തെരുവാണ് മാൾ റോഡ്. ചുറ്റുമുള്ള പർവ്വതങ്ങളുടെ അതിശയകരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഷിംലയുടെ ഹൃദയഭാഗത്തുള്ള ഒരു വലിയ തുറസായ സ്ഥലമാണ് ദി റിഡ്ജ്. സായാഹ്ന സമയങ്ങളിൽ റിഡ്ജിൽ വന്ന് ഇരിക്കുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഒരു ഹനുമാൻ ക്ഷേത്രവും പനോരമിക് കാഴ്ചകളുമുള്ള സ്ഥലമാണ് ജക്കു ഹിൽ. ഷിംലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായ ജക്കു മലകൾ 2454 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ട്രക്കിങ്ങിന് പറ്റിയ ഒരു ജനപ്രിയ കേന്ദ്രമാണിത്. ഷിംലയിലെത്തിയതിൻ്റെ അന്ന് വൈകുന്നേരം മാൾ റോഡിലൂടെ റിഡ്ജിലേക്ക് നടന്നപ്പോൾ അങ്ങ് ഉയരെ ജക്കു മലയുടെ മുകളിൽ ഹനുമാൻ്റെ ഒരു ഭീമൻ പ്രതിമ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നാളത്തെ പ്രഭാത സവാരി അങ്ങോട്ടേക്കാകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നല്ല തണുപ്പാണെങ്കിലും അത് വകവയ്ക്കാതെ ഞാൻ മുകളിലേക്ക് നടത്തം തുടങ്ങി. ഒരു ചായ പോലും കിട്ടാൻ ഒരു കടകളും തുറന്നിട്ടില്ല. അവിടെയുള്ളവർക്ക് രാവിലെ ചായ കുടിക്കുന്ന ശീലമില്ലെന്ന് തോന്നുന്നു. മല കയറാൻ തുടങ്ങിയപ്പോൾ പ്രഭാത സവാരി നടത്തുന്ന പലരുടെയും കയ്യിൽ വടി ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നമ്മുടെ നാട്ടിലെ പോലെ നായ്ക്കളുടെ ശല്യം കൂടുതലായിരിക്കുമെന്നാണ് കരുതിയത്. അവിടെ പക്ഷേ കുരങ്ങന്മാരുടെ ശല്യമാണ് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഒടുവിൽ മല കയറി അമ്പലത്തിലെത്തിയെങ്കിലും അവിടെയും കടകളിൽ എനിക്ക് ചായ ലഭിച്ചില്ല. എന്നാൽ അമ്പലത്തിൽ പ്രഭാത ഭക്ഷണം സൗജന്യമായി നൽകുന്നുണ്ടായിരുന്നു. ചോറും പരിപ്പ് കറിയും കേസരിയും ഒക്കെ അടങ്ങുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഞാനും കഴിച്ചു. മല ഇറങ്ങുന്ന സമയം പെട്ടെന്ന് എൻ്റെ മുതുകിൽ ആരോ തള്ളുന്നതായി തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് എൻ്റെ മുഖത്തിരുന്ന കണ്ണട നഷ്ടപ്പെട്ടിരുന്നു. അത് ഒരു കുരങ്ങൻ്റെ കയ്യിലിരിക്കുന്നു. അവനാണ് എൻ്റെ മുതുകിൽ ചാടി മുഖത്തു നിന്നും കണ്ണട വലിച്ചൂരിയെടുത്തത്. അതിനിഷ്ടമുള്ള എന്തെങ്കിലും കൊടുത്ത് സന്തോഷിപ്പിച്ചാൽ കണ്ണട തിരിച്ചു കിട്ടുമായിരിക്കും
പഴയ തൊപ്പി വിൽപ്പനക്കാരൻ്റെ കഥ ഞാൻ ഓർത്ത് എൻ്റെ തൊപ്പി തന്നെ ഊരി അവന് നൽകിയെങ്കിലും അവനത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു. എൻ്റെ വിഷമം കണ്ട് ദർശനം കഴിഞ്ഞ് വരുന്നവർ പ്രസാദമായി കയ്യിൽ കരുതിയ പഴങ്ങൾ അതിന് നൽകാൻ എന്നെ ഏൽപ്പിച്ചു. ഏതാനും പഴങ്ങൾ വച്ച് നീട്ടിയപ്പോൾ അത് ഒരു കാലിൽ കണ്ണട ചവിട്ടിപ്പിടിച്ചുകൊണ്ട് പഴങ്ങൾ പിടിച്ചെടുത്തതല്ലാതെ എൻ്റെ കണ്ണട മടക്കിത്തരാൻ തയ്യാറായില്ല. ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ കണ്ണടയുമായി മരത്തിലും മതിലിൻ്റെ മുകളിലുമൊക്കെ കയറി എന്നെ നോക്കി എന്തോ മുൻ വൈരാഗ്യമുള്ളതുപോലെ ചീറിക്കൊണ്ടിരിക്കും. ഒടുവിൽ അവിടുത്തെ ഒരു കടല വിൽപ്പനക്കാരൻ എന്നെ സഹായിച്ചു. അയാൾ ഒരു പൊതി കടലയുമായി കുരങ്ങൻ്റെ അടുത്തേക്ക് ചെന്നതും അത് കണ്ണട തറയിൽ വച്ചിട്ട് ഓടിമാറി. വലിയ പരിക്കുകളില്ലാതെ കണ്ണട എനിക്ക് മടക്കി കിട്ടി. ജക്കു ഹിൽ സന്ദർശനം കഴിഞ്ഞ് കാളിബാരി ക്ഷേത്രത്തിലും പോയി. റിഡ്ജിനടുത്ത് സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരു പ്രധാന ക്ഷേത്രമാണ് കാളിബാരി ക്ഷേത്രം. റിഡ്ജിനോട് ചേർന്ന് വാസ്തുവിദ്യാ വൈഭവത്തിന് പേരുകേട്ട മനോഹരമായ കൊളോണിയൽ കാലഘട്ടത്തിലെ ഒരു പള്ളിയാണ് ഷിംല ക്രൈസ്റ്റ് ചർച്ച്. അതിൻ്റെ രാത്രി കാഴ്ച വളരെ മനോഹരമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ വൈസ്രോയിയുടെ വസതിയായിരുന്ന ഒരു പ്രൗഢിയുള്ള ചരിത്ര മന്ദിരമാണ് വൈസ് റീഗൽ ലോഡ്ജ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസാണ് ഇപ്പോൾ വൈസ് റീഗൽ ലോഡ്ജിൽ പ്രവർത്തിക്കുന്നത്. മൗണ്ട് ബാറ്റൻ പ്രഭു വരെയുള്ള വൈസ്രോയിമാരും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ള ആദ്യ രാഷ്ട്രപതിമാരും ഇവിടെയാണ് താമസിച്ചിരുന്നത്. പിന്നീട് ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയുടെ വേനൽക്കാല വസതിയായി ഇത് മാറി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കരാർ നെഹ്റു രാഷ്ട്രപതി നിവാസം എന്നറിയപ്പെടുന്ന ഈ വൈസ് റീഗൽ ലോഡ്ജിൽ എത്തിയാണ് ഒപ്പുവെച്ചത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലം മുതലുള്ള ഏറ്റവും പുരാതനമായ ചില ലേഖനങ്ങളും ഫോട്ടോഗ്രാഫുകളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. സന്ദർശകർക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കുറേ ഭാഗങ്ങളൊക്കെ കാണാൻ അനുമതിയുണ്ട്. 1988 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി. സ്കോട്ടിഷ് കോട്ടകളുടെ രൂപകൽപ്പന പ്രതിഫലിപ്പിക്കുന്ന ഈ കൊട്ടാരം ഇളം നീല ചാര നിറത്തിലുള്ള കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനുള്ളിലെ കാലത്തെ അതിജീവിച്ച ബർമീസ് തേക്ക്, ദേവദാരു എന്നിവയാലുള്ള മരപ്പണികളും വാൽനട്ട് മരം കൊണ്ടുള്ള സീലിങ്ങും പേരുകേട്ടതാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹമാണ് ഇത് അക്കാദമിക് ഉപയോഗത്തിനായി നൽകിയത്. ഷിംലയിലെ കുന്നുകളിലൂടെയുള്ള അതുല്യമായ ഒരു യാത്രാനുഭവം നൽകുന്ന ഒരു മനോഹരമായ ടോയ് ട്രെയിൻ യാത്രയാണ് കൽക്ക ഷിംല റെയിൽവേ സമ്മാനിക്കുന്നത്. സത്യത്തിൽ ഈ ട്രെയിനിൽ ഒരു യാത്ര നടത്താൻ വേണ്ടിയാണ് പ്രധാനമായും ഞാൻ ഷിംല സന്ദർശിക്കാൻ തീരുമാനിച്ചത്. ഒരിക്കലും മറക്കാനാവാത്ത അതിമനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിച്ച ഒരു നാരോ ഗേജ് ട്രെയിൻ യാത്രയായിരുന്നു അത്. യുനെസ്കോ ഹെറിറ്റേജ് പദവി ലഭിച്ചിട്ടുള്ള ഈ ട്രെയിനിലൂടെയുള്ള യാത്ര അവിസ്മരണീയമായ ഒരു അനുഭൂതിയാണ് നൽകുന്നത്. മനോഹരമായ ഒരു പട്ടാള മ്യൂസിയവും ക്രിക്കറ്റ് ഗ്രൗണ്ടുമുള്ള കൊളോണിയൽ സ്മരണയുണർത്തുന്ന ജനപ്രിയ പിക്നിക് സ്ഥലമാണ് അന്നൻഡേൽ. ഷിംലയ്ക്കടുത്ത് ആപ്പിൾ തോട്ടങ്ങൾക്കും പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേട്ട ഒരു സമീപ ഹിൽ സ്റ്റേഷനാണ് കുഫ്രി. മഞ്ഞു മൂടിയ പർവ്വതങ്ങളുള്ള മഞ്ഞു വിനോദങ്ങൾക്ക് പേരുകേട്ട കുഫ്രി ഷിംലയിൽ നിന്ന് 15 കിലോമീറ്റർ മാറിയാണ്. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും സന്ദർശിച്ച് ഒരു ദിവസമെങ്കിലും താമസിക്കേണ്ട ഇന്ത്യൻ സുഖവാസ നഗരങ്ങളിലൊന്നാണ് ഷിംല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.